ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ പല ലൊക്കേഷനുകളിൽ ചെല്ലുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചിലവർ അമേച്ചർ ആവാം, പ്രൊഫഷണൽ ആവാം. അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ? ചിലപ്പോൾ ചില അസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു 4-5 വർഷം മുമ്പ് ചെയ്തൊരു സീരിയൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും 10:30-11 മണിയാണ് അതിൻ്റെ ആ വർക്ക് തീരെ എല്ലാ ദിവസവും. രാത്രി 10 മണി 11 മണിയൊക്കെ തീരുമ്പോൾ രാവിലെ 11:30 മണിക്ക് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ പോകുന്നതുകൊണ്ട് ആ 11:30 മണി 10 മണിയും നമുക്കൊരു അധികപ്പറ്റായിട്ട് തോന്നിയിട്ടില്ല. നേരത്തെ കഴിഞ്ഞാലേ അത്ഭുതമുള്ളൂ. അതെ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു പുതിയ അസിസ്റ്റൻ്റ് പയ്യൻ വന്നു. പുതിയൊരു അസിസ്റ്റൻ്റ് ചാർജ് എടുത്തു. കുറേ പേരുള്ള കൂട്ടത്തിൽ ഇവനും വന്നു. അപ്പോൾ പുതിയൊരാളെ കാണുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. നോക്കിയപ്പം ഒരു അത്യന്താധുനിക ഗതയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കാണ് പുള്ളി വേഷഭൂഷ എല്ലാം അതിലാണ് വന്നേക്കണം. ഒരു ദിവസം വർക്ക് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 4 മണിയായി കാണും. നമ്മൾ 11:30 മണി എന്ന് പറയുമ്പം അതനുസരിച്ച് നമ്മൾ മനസ്സും റെഡിയാക്കി 11 മണിയായി പോകുമ്പോൾ പെട്ടെന്ന് ഈ പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ വർക്ക് കഴിഞ്ഞു ചേട്ടാ, വർക്ക് ഈസ് ഓവർ. അപ്പോൾ ഞാൻ ചോദിച്ചു സമയത്രേ? ഇപ്പം നൗ 4 o'clock. ഞാൻ പറഞ്ഞു 4 മണിക്ക് വർക്ക് കഴിഞ്ഞു. ഞാൻ ഈ 11:30 മണിയോടെ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഈ 11:30 മണിക്ക് വരെയുള്ള എക്സ്പ്രഷൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ 4 മണിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാനിതെന്ത് ചെയ്യും? ഈ എക്സ്പ്രഷൻ, പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ട ചേട്ടാ ഞാനൊന്ന് ഡയറക്ടറോടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ. പുള്ളി നേരെ പോയി. ഞാൻ ഒരു തമാശ പറഞ്ഞു, പക്ഷേ അത് പുള്ളി വളരെ സീരിയസ്. പുള്ളി കേട്ടപ്പോൾ കറക്റ്റാണ്. എല്ലാ ദിവസവും 11 മണിക്ക് കഴിയുന്നു. 4 മണിക്ക് ഇന്ന് നേരത്തെ കഴിഞ്ഞാൽ ഈ പാവം കൊണ്ടുവന്ന എക്സ്പ്രഷൻ ചേട്ടൻ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യുന്ന ഇവനറിയില്ല. അത് നേരെ ഡയറക്ടറോട് സംസാരിച്ചു. അപ്പം ഡയറക്ടർ അവിടെ നിന്ന് എനിക്ക് ഫോൺ ചെയ്യണം, ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം? ഞാൻ പറഞ്ഞു എന്താണ്? അല്ല ഇപ്പം വന്നിട്ട് 4 മണിക്ക് വരെയുള്ള 8-11 മണിക്കൊരു എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാനാണ്, എന്താണ് ഒരു തമാശ പോലും പറയാനുള്ള ചാൻസ് ഇല്ല. ഞാനൊരു കുഞ്ഞിപ്പടത്തിനെങ്കിലും അഭിനയിക്കുക. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളൊരു സീനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ മേക്കപ്പ് ചെയ്ത് ഞാനിരിക്കുന്നു, മേക്കപ്പ് ചെയ്തിരിക്കുന്നു, നായികയുടെ അച്ഛൻ അപ്പുറത്തിരിക്കുന്നു, പുതിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എടാ നീ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്താട്ടാ നീ ആക്ടിങ്ങിൻ്റെ ഏത് മെഡിസിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ എനിക്കാദ്യം പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ എന്താ ഞാൻ ആക്ടർ പ്ലസ്സാണ് കഴിക്കണം, ആക്ടർ പ്ലസ്. നമുക്ക് അതാവുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റിലാണ്. നമ്മൾ നിന്ന് കൊടുത്താൽ മതി, പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് ഇത് ഇങ്ങനെ വരും. ആക്ടർ പ്ലസ്സിലോ അതിന് ക്രീമുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ കേൾക്കുക ആക്ടർ പ്ലസ്, ആക്ടർമാൻസ്. ഞങ്ങൾ ചർച്ച ചെയ്യും ആക്ടിങ്ങിനുള്ള ഗുളിക ഭാവം വരാനുള്ള. ഇന്ന് ഇതിൻ്റെ ഫീലിങ്സിൻ്റെയാണ്. അപ്പോൾ ഫീലിങ്സിൻ്റെ ഒരു സാധനം പുള്ളി പറയുന്നത്. എന്നിട്ട് ഞങ്ങളൊക്കെ എഴുതിയിട്ട് ഇപ്പം ഈ പെണ്ണിൻ്റെ അച്ഛൻ മേക്കപ്പ്മാനോട് സാധനം ഏത് കടയിൽ കിട്ടുന്നത് മോക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ്. സെയിം ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് മറ്റേ കോമഡി പറഞ്ഞ ഡയറക്ടർ അസിസ്റ്റൻറ്റ് മേക്കപ്പ് കിട്ടി ഞാൻ റെഡി ആയിക്കണം, ഡ്രസ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് ശേഷം രാവിലെ ടാബ്ലറ്റ് കഴിക്കാനുണ്ട്. ടാബ്ലറ്റ് ഉണ്ടോ? അപ്പം ഞാൻ ടാബ്ലറ്റ് ഇങ്ങനെ എടുക്കണം, ബാഗ് തുറന്നെടുത്തിട്ട്. അപ്പോൾ ഇവൻ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഗുളികൾ കഴിയുമ്പോൾ കഴിയുന്നതും ആരെ കാണാണ്ട് കഴിക്കാൻ നോക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, രോഗം കുറയൊന്നുമില്ല, കണ്ടു കഴിച്ചാൽ. പക്ഷെ എന്നാലും ഒരു മറ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അടുത്ത് പെട്ടെന്ന് ഇവനടുത്ത് തന്നെ നിൽക്കണം. പോകണില്ല, ഇവൻ എന്നെ കൊണ്ടേ പോകുള്ളൂ, നിൽക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇവനെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, അപ്പോൾ അവൻ എന്താ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഏതാണ് മുന്നിപ്പോൾ എടുക്കാൻ പോകുന്ന കോമഡിയാണ് സീരിയസ് ആണ്? ഒരു കോമഡിയാണ്. ഗുളിക മാറിപ്പോയി, മറ്റേ ഗുളിക വേറെ ഗുളിക കോമഡി ഗുളിക എടുത്ത്. ഞാൻ പറഞ്ഞത് വലിയ സീനാണ്, കുഴപ്പമില്ല, ചെറിയ വലുതൊന്നുമല്ല. അപ്പോൾ ഇത് മതി, വേറെ സീൻ അത് വരികയാണെങ്കിൽ പറയണോട്ടാ. ഗുളിക എടുത്ത് കഴിച്ച് ഇവൻ എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി. അപ്പോൾ ഈ മേക്കപ്പ് മാന് പിടിവിട്ടു. അവൻ ചിരിച്ചോണ്ട് അങ്ങോട്ട് ഓടി. പിന്നെ ചിരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് ശരിക്കും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറയും ഇത് കഴിക്കാമെന്ന് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വേണം, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ബേസ് വേണം. അല്ലാണ്ട് ഇതേപോലെ എൻ്റെ ഒരു സഹപ്രവർത്തനം കഴിച്ചിട്ട് അലർജിയായി. ബേസ് ഇല്ലാണ്ട് കഴിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇത് വേണം, നമുക്ക് കുറച്ച് വേണം. ഒരു എക്സ്പ്രഷൻ നടത്താൻ പറ്റില്ല, മോക്കം ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞതേ, നമ്മൾ ചില ആൾക്കാരുടെ ഈ കോമഡി പ്രസൻറ്റ് ചെയ്യുന്നത് സിറ്റുവേഷനിൻ്റെ അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് പറയും, വളരെ സീരിയസ് ആയിട്ടായിരിക്കും പറയണം. അപ്പോൾ അതിൻ്റെ സെൻസിലും മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊരു കോമഡിയാവും. അതൊരു ശരിയാ. അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ
നമ്മുടെ ഈ കോമഡി മരിച്ചിട്ട് മറ്റേ കോമഡി ജനിക്കും, അതെ 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 അങ്ങനെയൊക്കെ വരും. അതൊരു